ഞാൻ വാങ്ങിക്കണോ രഘുവേട്ടാ? ഏയ് അത് വേണ്ട, ഞാൻ പോയി വാങ്ങിച്ചോളാം. ഓ എന്താ രഘുവേട്ടാ? ഞാനേ പേഴ്സും ഫോണും എടുക്കാതെ ഇറങ്ങിയത്. വലിയ മണ്ടത്തരായി പോയി. എന്നല്ലേ നമുക്ക് തിരിച്ചു പോവാം. ഐ അപ്പൊ സാധനം എടുക്കണ്ടേ? അങ്ങനെ പോയാലെങ്ങനെ? കാശില്ലാതെ എങ്ങനെ? രഘുവേട്ടന്റെ കയ്യിലല്ലേ ഇല്ലാതുള്ളൂ. രഘുവേട്ടൻ എന്റെ കൂടെ അല്ലേ വന്നത്? കാശ് എന്റെ കയ്യിലില്ലേ രഘുവേട്ടാ? പിന്നെ ഈ വിനയന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മദ്യപിക്കുന്നത് നാണക്കേടാണെന്ന് രഘുവേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട. അതല്ല എന്റെ കാശ് കൊണ്ട് മദ്യപിക്കാൻ രഘുവേട്ടന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ദാ കാശ് ഞാൻ തരാം. അല്ല വിനയ, നീയേ ഈ കാശ് എനിക്ക് കടമായിട്ട് തന്നാൽ മതി, ഞാൻ വീട്ടിലെത്തിയിട്ട് തിരിച്ചു തരാം. അതെന്താന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ചെയ്യാം. നിങ്ങൾ ആദ്യം പോയി സാധനമായിട്ട് വാ. ചെല്ല്. താങ്ക്സ് വിനയ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. മോനെ രഘു, നിന്നെ ഈ പരുവത്തിൽ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. നിന്റെ പോക്ക് കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു എന്നെങ്കിലും നീ എൻ്റെ മുമ്പിൽ വന്ന് പെടുവന്നു. പക്ഷേ അതിത്ര വേഗം നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീയും കരുതി കാണില്ല വിനയൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമെന്ന്. എടാ, ദൈവത്തിൻ്റെ കളി എന്നൊക്കെ പറഞ്ഞ ഇതാ. ഈ വിനയനെ തള്ളിപ്പറഞ്ഞവരും തള്ളിക്കളഞ്ഞവരും ഒക്കെ വരി വരിയായിട്ട് എൻ്റെ മുന്നിൽ വരും. ഇല്ലെങ്കിൽ വരുത്തിക്കും ഞാൻ. എന്തിനാ എന്തിനായിട്ട് ഇന്നലെ വണ്ടി സർവീസ് സെന്ററിൽ കൊണ്ടുപോയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും തുടങ്ങുന്നത്? സർവീസ് ചെയ്താലും ഗ്ലാസ്സിലൊക്കെ വീണ്ടും പൊടി കയറും. പിന്നെ എനിക്കിതൊരു പുതിയ വണ്ടിയല്ലേ, ഇതുമായിട്ടൊന്ന് അടുക്കണ്ടേ? നമ്മളൊരു ദീർഘദൂര യാത്രക്കൊക്കെ പോവല്ലേ. എനിക്ക് തോന്നി ഇന്ദിരേട്ടൻ രഘുവേട്ടന്റെ വണ്ടി എടുക്കാൻ ചെറിയ ടെൻഷൻ ഉണ്ടെന്ന്. വേണമെങ്കിൽ നമുക്കൊരു ഡ്രൈവർ വെക്കാം. ഹേയ്, എനിക്കെന്ത് ടെൻഷൻ? പഞ്ചരത്നത്തിൽ നിന്ന് ഞാനല്ലടാ ഈ വണ്ടി ഇവിടം വരെ കൊണ്ടുവന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ഈ എണ്ണം കെട്ട വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഇടേണ്ടെന്ന്. ഇപ്പൊ അതെ ഈ വണ്ടി തന്നെ ടൂർ പോകാനും തീരുമാനിച്ചു. ദേ, എനിക്കിതിൽ വരാൻ ഒരു താല്പര്യവും ഇല്ല. നിനക്ക് വേറെ വണ്ടി വിളിച്ചാൽ എന്താ ഇന്ദിര? അമ്മേ, ഈ വണ്ടി അച്ഛനും അമ്മയും വിശ്വസിച്ചാ തന്നുവിട്ടത്. നമ്മളിവിടെ ഇല്ലാതെ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കൂടിയാ ഈ വണ്ടി തന്നെ പോകാന്ന് വെച്ചത്. അല്ലെങ്കിലും പുറത്തുനിന്നൊരു വണ്ടി വിളിച്ചാലേ നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു 40,000 രൂപയെങ്കിലും ആവും. ഇതാകുമ്പോ ഒരു 10,000 രൂപയ്ക്ക് ഇന്ദിര അടിച്ചാൽ മതിയല്ലോ. ഓ, എല്ലാത്തിലും ലാഭം നോക്കുന്ന ഒരാള്. എടാ, കാശിനേക്കാളും വലുതാ അഭിമാനം. അതെങ്ങനെയാ? ഇത് രണ്ടും ഇല്ലാത്തവനല്ലേ നീ? ഏയ് ശ്യാമേ, നീ ഒന്നും കേട്ട് വിഷമിക്കണ്ട. അമ്മയ്ക്ക് രഘുവിന് ഇഷ്ടമല്ല, അതുകൊണ്ടാ ഈ വണ്ടി എടുത്ത് പോകുന്നതിൽ അമ്മയ്ക്ക് ഇത്ര ദേഷ്യം. ഇന്ദിരേട്ടാ, എന്നെ സോനയും നിർബന്ധിച്ച് യാത്രയിൽ ഉൾപ്പെടുത്തിയ അമ്മയാ. എന്നിട്ട് എന്തിനാ ഇന്ദിരേട്ട ഇങ്ങനെയൊക്കെ പറയുന്നേ?